Hello, welcome back to my YouTube channel. ഞാൻ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഉള്ളത് ഇൽ ദെ ഫ്രാൻസ് ആണ്. അത് ഫ്രാൻസിൻ്റെ ഓൾമോസ്റ്റ് നോർത്ത് പാർട്ടാണ്. ഇത് കുറച്ചും കൂടെ നോർത്തിലോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകണത്. ഇത് ഇൽ ദെ ഫ്രാൻസിൻ്റെ അകത്തല്ല, ഇത് പുറത്തോട്ടാണ്. നമ്മൾ പോകുന്ന സ്ഥലം നോർമാൻഡി എന്ന് പറയുന്ന റീജിയനാണ്. അവിടെ ഹോൺഫ്ലവർ എന്ന് പറയുന്ന സ്ഥലത്തും എത്രിത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്തുമാണ് പോണത്. ഇത് മോസ്റ്റ്ലി ബീച്ച് ഏരിയയാണ്. സംഭവം ഫസ്റ്റ് പോകുന്നത് ഹോൺഫ്ലവർ ആണ്. ഹോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ കാണും പോലെ ഈ ഫെയറി ടെയിൽ വില്ലേജ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ അതുമല്ല, നോർമണ്ടി എന്ന് പറഞ്ഞാൽ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ പോകുന്നത് കുറേ എനിക്ക് അറിഞ്ഞുകൂടാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണ്. അത് ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുവഴി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാവരും ഒന്നിച്ച് അങ്ങ് പോകാൻ പോവുകയാണ് ആ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. 9 മണിക്ക് ബസ് എടുക്കും. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്, രാജൻ ബ്രോ. അങ്ങനെ ബസ് എത്തി, നമ്മളിപ്പോൾ പോവും. യെസ്, ഈ ബസ്സിലാണ് നമ്മൾ പോയത്. ഞാൻ അകത്ത് സീറ്റ് ഇരിക്കുകയാണ് ഇപ്പം. കേട്ടോ, ഞാനും രാജൻ ബ്രോയും ഉണ്ട്. Yes. Are you excited? Yeah. Yes. Okay, nice. ഞങ്ങളങ്ങനെ ഹോൺഫ്ലവർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹോൺഫ്ലവറിലെ ഓൾഡ് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വ്യൂ ബസ എന്ന് പറയും. അതായത് ഫ്രഞ്ചിൽ വ്യൂ ബസ എന്ന് പറഞ്ഞാൽ ഓൾഡ് പോർട്ട് എന്നാണ്. അവിടെയാണ് നിൽക്കുന്നത്. ബാക്കിൽ കാണാം. അത് സംഭവം ഈ സിറ്റി എന്ന് പറഞ്ഞാൽ, ഹോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് നോർത്ത് ഓഫ് ഫ്രാൻസ് ആണ്. ഇത് ബീച്ചിൻ്റെ അടുത്താണ്. ഈ സെറ്റിൽമെൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ പണ്ട് 9-ാം നൂറ്റാണ്ടിൽ വൈക്കിങ്സുകൾ ഫ്രാൻസിനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഫ്രാൻസിനെ എന്ന് പറഞ്ഞാൽ അവർ ലോകത്ത് മൊത്തം ഷിപ്പിൽ നടന്ന് ലോകം മൊത്തം ആക്രമിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ അവർ ഫ്രാൻസിൽ വന്ന് ഇവിടെ ആക്രമിച്ചപ്പോൾ അപ്പോഴത്തെ ഫ്രാൻസിലെ രാജാവ് അയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവർക്ക് ഇവിടെ കുറച്ച് ഭാഗം നിങ്ങൾ ഇവിടെ സെറ്റിൽ ആയിക്കൊന്നും പറഞ്ഞ് കൊടുത്ത്. അങ്ങനെയാണ് ഈ നോർത്ത് മെൻ എന്നാണ് വൈക്കിങ്സിനെ പറയുന്നത്. നോർത്ത് മെൻ സെറ്റിലായ ഭാഗത്തിനാണ് നോർമാൻഡി എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാരൻ നോർമാൻഡി എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ അവരുടെ ഈ സെറ്റിൽമെൻറ്റാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ പഴയ ബിൽഡിങ്സുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ചർച്ചുണ്ട്. ആ ചർച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ചർച്ചാണ്. മെയിനായിട്ട് ഇവിടെയുള്ള ആ നൂറ്റാണ്ടിലുള്ള ആൾക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഷിപ്പ് ബിൽഡിങ്ങും ലോകം മൊത്തവും കറങ്ങുക. ഞാൻ ഇവിടുത്തെ ഈ സിറ്റി കാണിച്ചു തരാം. ഇതെല്ലാം പഴയ ബിൽഡിങ്സാണ്. പിന്നെ ഈ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പെയിൻറ്റേഴ്സ്, ക്ലൗഡ് മൊണറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററുണ്ട്. അവരൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള ഈ സിറ്റിയിൽ വന്നപ്പോഴാണ്. അപ്പോൾ അത് ഭയങ്കര വലിയ സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആകർഷിച്ച പിന്നെ ഇവിടെയാണെങ്കിൽ ഈ കാൽവാഡോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡി ഉണ്ട്. ആപ്പിൾ ബ്രാൻഡിയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇവിടെ കുറേ ആപ്പിൾ മരമുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ബാക്കിയുള്ള ഫ്രാൻസ് പോലെയല്ല. ഇത് പിന്നെ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് സമ്മറാണ്. ഹ്യൂമിഡിറ്റിയൊക്കെ കുറച്ച് കൂടുതലാണ്. അങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവിടെ നിറയെ ആപ്പിളുണ്ട്. യൂഷ്വലി ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ വൈനിനാണ് ഫേമസ്. ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം ഈ മുന്തിരിക്കാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വൈനിനാണ് ഫേമസ്. പക്ഷേ ഫ്രാൻസിൽ ഈ നോർമണ്ടി റീജിയൻ മാത്രം ആപ്പിളാണ്. അപ്പോൾ ഇവിടെ ആപ്പിൾ വെച്ച് ആപ്പിൾ ബ്രാൻഡി ഉണ്ടാക്കും. അതിൻ്റെ പേര് കാൽവാഡോസ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ പോയാൽ എനിക്ക് ഫ്രീ ആയിട്ട് കാൽവാഡോസിൻ്റെ ഷോട്ടൊക്കെ കിട്ടും കുടിക്കാൻ.
ഞാൻ എന്താ ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് കാൽവാഡോസ് ടെസ്റ്റ് ചെയ്യാൻ തരാമോ? Calvados, Yeah. 10 ans. 10 ans, oui. Donc âgé. Pour acheter ça, combien le prix pour ça? Celui-ci, 10 ans. Voilà. Ok. 40,90 €. Ok. Bonjour, Caché. messieurs, dames. Tenez. Merci. Messieurs? Oui. Oui. Tenez. Monsieur? Oui. ഇത് നല്ല സ്വീറ്റാണ്. കുടിച്ച് ഇങ്ങ് ഇറങ്ങിക്കഴിയുമ്പം ഒരു തീ വരും ചെറുതായിട്ട്. ഞങ്ങൾ കാൽവാഡോസ് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കയറിയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഷോപ്പിൽ നമുക്കിവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ലിക്കർ. അപ്പോൾ അത് നമുക്ക് ഏത് വേണോ നമുക്ക് തന്നെ ഒരു ചെറിയ ഷോട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്യാം. കാൽവാഡോസ് ഓ മതി മതി. ഇപ്പോൾ ഇതാ എഗ്ലിസ് സെൻറ്റ് കാത്രീൻ എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എഗ്ലിസ് എന്ന് പറഞ്ഞാൽ ചർച്ചാണ്, അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഷിപ്പ് ബിൽഡിംഗ് ടെക്നിക്ക് വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് തടി വെച്ചുണ്ടാക്കിയ ചർച്ചാണ്. തടി എന്ന് പറഞ്ഞാൽ ഇത് ഫ്രാൻസിലെ തന്നെ തടി വെച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ ചർച്ചാണ് എഗ്ലിസ് സെൻറ്റ് കാത്രീൻ. നേരത്തെ പറഞ്ഞ പോലെ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ തലകുത്തിന് എടുത്തു വെച്ച പോലെയാണ് ഈ പള്ളി ഇരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഇത് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ അടിഭാഗം. വെള്ളം മുകളിലാണെങ്കിൽ ഈ ചർച്ച് ഇതിനെ തലകുത്തിന് വെച്ചാൽ ഇത് കടലിൽ കൂടെ ഒഴുകുന്ന രീതിക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഷിപ്പ് ബിൽഡിംഗ് ടെക്നിക്ക് അവർ ഷിപ്പ് ഉണ്ടാക്കും പോലെ തടി വെച്ച് പള്ളി ഉണ്ടാക്കി. ഇത് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. 1400-കളിൽ. തടിയൊക്കെ പഴയതാണ്, സമയം. Passer de l'autre côté പിന്നെ ഈ ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കമമ്പർ എന്ന് പറയുന്ന ചീസ് കിട്ടും. ആ ചീസ് ഉണ്ടാക്കുന്ന മാരി ഹാരൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അത് 1700-കളിൽ ഇവിടെ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രീസ്റ്റുമാർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് അതിലൊരു പ്രീസ്റ്റ് മേരി ഹാരലിന് ചീസ് ഉണ്ടാക്കുന്ന ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ മേരി ഹാരൽ ഉണ്ടാക്കിയ ചീസ് സാധാരണ യൂഷ്വൽ ചീസ് പോലെയല്ലേ എന്ന് അതിന് അതിൻ്റെ മേൽഭാഗത്ത് ഒരു വെള്ള മോൾഡ് പോലത്തെ ഒരു ഈസ്റ്റിൻ്റെ എന്തോ റിയാക്ഷൻ കാരണം വെള്ള ഒരു ഐറ്റം വന്ന് അതിൻ്റെ അകത്ത് സാധാ ചീസാണ്, പക്ഷേ പുറത്ത് ഇങ്ങനെ വെള്ള മോൾഡ് വന്നതുകൊണ്ട് അതിനെ കമമ്പർ ചീസ് എന്നറിയപ്പെട്ടു. ഇത് ഇവിടുത്തെ വേറൊരു ടൗണിൻ്റെ പേരാണ് കമമ്പർ. മേരി ഹാരൽ അവിടെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കമമ്പർ ചീസ് കണ്ടുപിടിക്കുന്നത് ഇവിടെയാണ് ആദ്യമായിട്ട്. അത് ഭയങ്കര ഫേമസ് ചീസാണ്. കമമ്പർ ചീസ് കൊടുക്കുന്നത് ഇതേപോലത്തെ ഈ വുഡൻ സംഭവത്തിൻ്റെ അകത്ത് വെച്ചാണ്, വുഡൻ പാക്കിൻ്റെ അകത്ത് വെച്ചാണ് കമമ്പർ ചീസ് കൊടുക്കുന്നത്. നമ്മളിതാ ഇപ്പോൾ ന്യൂ പോർട്ടിൻ്റെ അവിടെ എത്തി, ഓൾഡ് പോർട്ടിൽ നിന്ന്. ഇതാണ് ന്യൂ പോർട്ട്. ഇവിടെ അവിടെ പോലെ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. വലിയൊരു നങ്കൂരം കിടക്കുന്നു, വലിയ നങ്കൂരം. വേണ്ടേ, ഇത്ര വലുതാണ്. One of the most beautiful places in Europe.